കുട്ടിക്കാലം മുതൽ ആനിമൽ പ്ലാനറ്റിലൂടെയും നാഷണൽ ജിയോഗ്രഫിക്കിലൂടെയൊക്കെ മനസ്സിൽ പതിഞ്ഞുപോയ ഒരു സ്ഥലം മാസായി മാര. അങ്ങോട്ടേക്കുള്ള സ്വപ്നതുല്യമായ യാത്രയുടെ 4ാമത്തെ എപ്പിസോഡാണിത്. ആഫ്രിക്കയിൽ കാണാവുന്ന ഒരുവിധപ്പെട്ട ആനിമൽസിനെയൊക്കെ നമ്മൾ മുൻപത്തെ എപ്പിസോഡുകളിലൂടെ കണ്ടു കഴിഞ്ഞെങ്കിലും ഒരുപാട് അസുലഭ നിമിഷങ്ങൾ പകർത്തിയ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ യാത്ര. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ഹണ്ടിങ്. ഒരു ഹൈന വിൽഡ് ബീസ്റ്റിനെ പിടിച്ച് ജീവനോടെ തിന്നുന്നതും, അതുപോലെ ഒരു ആൺസിംഹം ഒറ്റയ്ക്ക് ഇരപിടിക്കുന്നതും, പിന്നെ മഴയത്ത് ലെപ്പേഡിൻ്റെ പുറകെ പോയതും, അതുപോലെ ചീറ്റ അതുങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹണ്ടിങ്ങിന് ട്രെയിനിങ് കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇന്നത്തെ വീഡിയോയിലുണ്ട്. മാസായിമാരിലെ നമ്മുടെ 6th ഡേ സഫാരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ സൈറ്റിങ്സ് ഒരു ലയൺ ഹണ്ടാണ്. വേട്ടം വീണ് വരുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ കാണുന്നത് ഒരു അഡോളസെൻ്റ് മെയിൽ ലയൺ ഒരു വിൽഡ് ബീസ്റ്റിനെ ഒറ്റയ്ക്ക് ഹണ്ട് ചെയ്ത് പിടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ശരിക്കും ലയൺസ് ഒറ്റയ്ക്ക് ഹണ്ട് ചെയ്യില്ല എന്നുള്ളതാണല്ലോ നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ കാണുന്നത് ഒറ്റയ്ക്കാണ് ഇവൻ, അതും ഒരു ഫുള്ളി അഡൾട്ട് അല്ല. ഇത് അഡോൾസെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈഗറിനെയൊക്കെ സബ് അഡൾട്ട് എന്ന് വിളിക്കാറില്ലേ, ഏതാണ്ട് ആ ഒരു പരുവം. ഫുള്ളി ഗ്രോണപ്പ് ആയോ അതുമില്ല, എന്നാൽ കബ്ബ് ആ ഒരു സ്റ്റേജ് മാറുകയും ചെയ്തു കേട്ടോ. ഇങ്ങനെയുള്ള ലയൺസ് അല്ലെങ്കിൽ ടൈഗേഴ്സ് ഈ ഏജിലുള്ളത് മിക്കവാറും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. ഹണ്ടിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വരുന്നതേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ ലയൺ ഇപ്പോൾ ഉള്ളത്. ഇത് ഒറ്റയ്ക്ക് ഹണ്ട് ചെയ്തതാണെന്ന് എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ വരുമ്പോൾ ഇതിനെ ഹണ്ട് ചെയ്യുന്ന സീനാണ് ഞങ്ങൾ കണ്ടത്. അപ്പം തീരെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, വെട്ടം വീഴുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കത് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഞങ്ങൾ നേരിട്ട് കണ്ടു കേട്ടോ. ഇവൻ ഒറ്റയ്ക്ക് ചാടി കഴുത്തിന് പിടിച്ച് ഇതിനെ വീഴ്ത്തുന്നതും വലിച്ചുകൊണ്ട് വരുന്നതും ഒക്കെ നമ്മൾ ശരിക്കും കണ്ടിരുന്നു. അപ്പം ലൈറ്റ് ആയപ്പോഴത്തേക്കുമാണ് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങിയത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലയൺസിൻ്റെയോ അല്ലെങ്കിൽ ഏതൊരു ആനിമൽസിൻ്റെ ആണെങ്കിലും നമുക്ക് ജനറിക് ആയിട്ടുള്ളൊരു നേച്ചറൊക്കെ പറയാവുന്നേ ഉള്ളൂ. കറക്റ്റ് എക്സാക്റ്റ് ബിഹേവിയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പം ലയണൊക്കെ പൊതുവേ ചെയ്യുന്നത് ഗ്രൂപ്പായിട്ടായിരിക്കും ഹണ്ട് ചെയ്യുക. അത് ഫീമെയിൽ ആയിരിക്കും മെയിനായിട്ട് ഹണ്ടിങ്ങിന് ഇറങ്ങുക. മെയിൽ ലയൺസ് ഈ ഒരു പ്രൈഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും പൊതുവേ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മെയിൽ ലയണാണ് ഹണ്ടിങ്ങിന് ഇറങ്ങിയേക്കുന്നത്. അതും സബ് അഡൾട്ടാണ്, ഒറ്റയ്ക്കാണ് ഹണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ സാധാരണ ഒരു പ്രാക്ടീസിന് വിരുദ്ധമാണ്. പതിവ് പോലെ തന്നെ നമ്മുടെ മാസായിമാര സഫാരിയുടെ തുടക്കം ഒട്ടും മോശമായില്ല. നമുക്ക് ഒരു ബിഗ് ക്യാറ്റിൻ്റെ ഹണ്ട്, അതും ഗോൾഡൻ ലൈറ്റിൽ, അതോടുകൂടിയാണ് തുടങ്ങിയേക്കുന്നത്. ഇത് നമ്മുടെ മാസായിമാര സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുന്നേ 3 വീഡിയോസ് ഓൾറെഡി നമ്മൾ ഇട്ട് കഴിഞ്ഞു. എല്ലാത്തിലും തന്നെ നമ്മൾ ഹണ്ടോട് കൂടിയാണ് വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പുള്ളി ഏതായാലും ഹണ്ടും കഴിഞ്ഞ് ഇതിനെ വലിച്ച് കുറ്റിക്കാട്ടിലോട്ട് കയറ്റിയപ്പോഴത്തേക്കും ടയേർഡായെന്ന് തോന്നുന്നു. ഇനി ഉടനെ വലിയ ആക്ടിവിറ്റീസ് ഒന്നും കാണത്തില്ലായിരിക്കും, റെസ്റ്റ് എടുക്കുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകൾ തേടി പോവാം. ഇനി കുറച്ച് നേരത്തേക്കുള്ള കാഴ്ചകൾ ചിലർക്കെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഡിസ്റ്റർബിങ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ദുർബല ഹൃദയരൊക്കെ ആണെങ്കിൽ ഒരു 2-3 മിനിറ്റത്തേക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ മാസായിമാര ട്രിപ്പിലെ തന്നെ ഏറ്റവും ക്രൂരമായ ഹണ്ടിങ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാഴ്ചയാട്ടോ ഇനി കാണാൻ പോകുന്നത്. ഒരു വിൽഡ് ബീസ്റ്റിനെ ഹൈന ഒറ്റയ്ക്ക് ഹണ്ട് ചെയ്ത് ജീവനോടെ തിന്നുന്ന ഒരു കാഴ്ച കേട്ടോ. മാസായിമാര ട്രിപ്പിലെ എന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ കാട് കയറ്റത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരത്തേക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതേ. എന്തൊരു ഭീകരമായ കാഴ്ചയാണെന്ന് നോക്കി. വിൽഡ് ബീസ്റ്റിനെ ജീവനോടെ വയറുഭാഗത്തുനിന്ന് ഹൈന കഴിച്ചു തുടങ്ങിയേ. നമ്മൾ വരുമ്പോൾ കാണുന്നത് ഈ ഹൈന വിൽഡ് ബീസ്റ്റിനെ ചേസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഹൈന നമ്മുടെ ഒരു ധാരണയിൽ പൊതുവേ ബാക്കിയുള്ള ആനിമൽസൊക്കെ പിടിച്ചതിനെ തട്ടിപ്പറിച്ച് കഴിച്ച് ഒക്കെ ജീവിക്കുന്ന ഒരു ജീവിയായിട്ടാണല്ലോ. ഇത് ഹണ്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. അതും ഒറ്റയ്ക്ക് കുറേ ദൂരം ചേസ് ചെയ്തിട്ടാണ് ഇതിനെ വീഴ്ത്തിയത്. വീഴ്ത്തിയ പാടെ നിലത്ത് വീണ നിമിഷം മുതൽ അതിനെ കഴിച്ചു തുടങ്ങി കേട്ടോ. ഒരുവിധപ്പെട്ട പ്രഡേറ്റേഴ്സൊക്കെ ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കൊന്ന ശേഷം അല്ലെങ്കിൽ അത് ചത്ത ശേഷമാണ് കഴിച്ചു തുടങ്ങുന്നത്. എന്നാൽ വൈൽഡ് ഡോഗ്സും അതുപോലെ ഈ ഹൈനയും അങ്ങനെയല്ല, ജീവനോടെ തന്നെ അതിനെ കഴിച്ചു തുടങ്ങും. വയറിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പങ്ക് ഹൈന കഴിച്ചു കഴിഞ്ഞപ്പോഴും നമ്മുടെ വിൽഡ് ബീസ്റ്റിന് ജീവനുണ്ട്. അത് ഇടയ്ക്ക് എഴുന്നേറ്റ് കാറുന്നുണ്ട് കേട്ടോ. ഹൈന ഒരു സ്കാവഞ്ചറാണെന്നാണല്ലോ നമ്മളിൽ പലരുടെയും ധാരണ. പക്ഷേ അങ്ങനെയല്ല. പ്രൈമറിലി ഹൈന ഒരു ഹണ്ടറാണ്. ഇടയ്ക്കൊക്കെ സ്കാവഞ്ച് ചെയ്യുന്നേ ഉള്ളേ. അത് ഒരു ഹണ്ട് ചെയ്യുന്നത് ഇതുപോലെ ഒറ്റയ്ക്കായിരിക്കും മിക്കവാറും. ചിലപ്പോൾ 2, 3 അല്ലെങ്കിൽ 5 വരെയൊക്കെയുള്ള ഗ്രൂപ്പുകളായിട്ടും ഹണ്ട് ചെയ്യാറുണ്ട്. ഒരിക്കലും ഇവരൊരു ഹേർഡിനകത്തുനിന്ന് അല്ലെങ്കിൽ വലിയ കൂട്ടത്തിൽ നിന്ന് ഒരു ഇരയെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അതിനെ ചേസ് ചെയ്ത് പിടിക്കാറാണ് കേട്ടോ പതിവ്. അത് കിലോമീറ്ററോളം ഇതിനെ ചേസ് ചെയ്യും. മാക്സിമം സ്പീഡ് ഒരു 60 കിലോമീറ്റർ വരെയൊക്കെയാണ് ഹൈന ഓടാറുള്ളതെങ്കിലും ഒത്തിരി ദൂരത്തിൽ ചേസ് ചെയ്ത് ഇത് ഇരയെ പിടിക്കാറുണ്ട്. നമ്മളിപ്പോൾ കണ്ടതും അങ്ങനെ തന്നെയായിരുന്നേ. എന്തോ ജീവിയത് നിമിഷങ്ങൾ കൊണ്ട് കടിച്ചു തരാതെ. ആ പുറകിൽ നിന്ന് പുല്ല് തിന്നുന്ന വിൽഡ് ബീസ്റ്റുകളുടെ കൂട്ടത്തെ കണ്ടോ? ഒന്നും സംഭവിക്കാത്ത മട്ടില്ല അവർ തീറ്റ കണ്ടിന്യൂ ചെയ്യുവാണ്. അവരുടെ ഒത്തം നടുക്കുന്നാണ് ഒരുത്തിനെ ഓടിച്ചിട്ട് ഇപ്പം പിടിച്ചിത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പിടിച്ചപ്പോഴത്തേക്കും അവന്മാരെ കുറച്ചങ്ങോട്ട് മാറി നിന്ന് കുറച്ച് നേരം ഇങ്ങോട്ടേക്ക് നോക്കി നിന്നു. വീണ്ടും അവന്മാർ അവരുടെ തീറ്റ കണ്ടിന്യൂ ചെയ്തു. അതിനർത്ഥം ഇത് അവർക്ക് ഒരു എന്നാ പറയണ്ടേ ആദ്യ സംഭവമൊന്നുമല്ല, ഒരു റെഗുലർ കാഴ്ചയാണ്. കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഇതുപോലെ പ്രെഡേറ്റേഴ്സ് പിടിക്കുകയും അതൊന്ന് കഴിക്കുകയും ചെയ്യുന്നത് അവരെന്നും കാണുന്ന കാഴ്ചയായതുകൊണ്ട് അവർക്ക് അതിലൊരു പുതുമയില്ല. ഒരുപാട് തരത്തിലുള്ള ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കും ഭീകരവും അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ഹണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ സ്റ്റേയുടെ ഒക്കെ അടുത്ത് ഹൈന വരുമെന്ന് ഞങ്ങൾ വന്ന സമയത്ത് അവിടുത്തെ ഓണർ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രാത്രിയിലൊക്കെ ഇതിൻ്റെ സൗണ്ടും കേട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ലൈറ്റ് അടിച്ച് നോക്കുകയും ഇറങ്ങി പുറത്ത് നിന്നൊക്കെ നോക്കിയതാണ് കേട്ടോ ഹൈനയെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നെ മാസായിമാലയിലുണ്ടായിരുന്ന ദിവസങ്ങളിലൊക്കെ ടെൻറ്റിൻ്റെ സിബ് നല്ല രീതിയിൽ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. അതുപോലെ പുറത്തുനിന്ന് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ചെറിയ തോതിൽ പേടി വരെ തോന്നിപ്പോയി. ഏതായാലും ഹൈനയുടെ ഈ അതിക്രൂരമായ ഹണ്ടിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു സ്ഥലത്ത് ലയൺസിൻ്റെ ഗ്രൂപ്പിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മളിനി നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. നോക്കി പോകുന്ന വഴികളിലെല്ലാം നിറയെ വിൽഡ് ബീസ്റ്റുകളും സീബ്രാസും ഒക്കെയാണ് കേട്ടോ. മൈഗ്രേഷൻ്റെ സമയമായതുകൊണ്ട് ഒരുപാട് ആനിമൽസ് ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ എപ്പിസോഡുകളിലൊക്കെ ഡീറ്റെയിൽഡായിട്ട് മൈഗ്രേഷനെ കുറിച്ച് പറയുകയും അല്ലെങ്കിൽ വിൽഡ് ബീസ്റ്റുകളെയും സീബ്രകളെയൊക്കെ ഒരുപാട് കാണിക്കുകയും ചെയ്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയും കാണിക്കുകയും ചെയ്യുന്നില്ല. നമ്മൾ ഓഫ് സീസൺ സമയത്ത്, അതായത് മൈഗ്രേഷൻ ഇല്ലാത്ത സമയത്ത് വന്നാൽ പോലും നമുക്ക് മിസ്സാകുന്നത് ഈ ഒരുപാട് കടൽ പോലെ കാണുന്ന വിൽഡ് ബീസ്റ്റുകളും സീബ്രകളുമാണ്. അതിനെയൊക്കെ ഒറ്റയും പെട്ടയൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു കാഴ്ചകൾ ഒഴികെ ബാക്കി കണ്ട കാഴ്ചകളെല്ലാം തന്നെ ഇവിടെ എല്ലാ സീസണുകളിലും കാണാൻ പറ്റും കേട്ടോ. ഇത് പിന്നെ അടുത്ത ഹണ്ട്. ഇന്ന് മുഴുവൻ കൊലപാതകങ്ങളാണല്ലോ ദൈവമേ. ഇത്തവണ ഇത് കണ്ടോ, തലയാണ് ആശാൻ്റെ കയ്യിലിരിക്കുന്നത്. ബാക്കി പീസൊക്കെ ഒന്നെങ്കിൽ തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപ്പർ സൈഡിൽ വേറെ ആൾക്കാരിരുന്ന് കഴിക്കുന്നുണ്ടാവും. അതേ ബാക്കിയുള്ളവർ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. വിൽഡ് ബീസ്റ്റ് തന്നെയാണ് ഇവിടുത്തെ വേര. ഈ കൂട്ടത്തിൽ ഒരു സിംഹത്തിൻ്റെ കഴുത്തിൽ ഒരു കോളർ ഐ ഡി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ ഇവിടെ നമ്മൾ പോകുമ്പോഴത്തേക്കും ആനിമൽസിൻ്റെ കഴുത്തിൽ ഇതുപോലെ കോളർ ഐ ഡി പിടിപ്പിച്ച് വിട്ടേക്കുന്നത് കാണാം. റിസർച്ച് അല്ലെങ്കിൽ അതുപോലെ ഉള്ള ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതാണ് കേട്ടോ ഇത്. നമ്മുടെ വില്ലൻ കഥാപാത്രം ഇവിടെയുണ്ട് കേട്ടോ. സിംഹങ്ങളുടെ ഇടയിൽ നിന്ന് നൈസായിട്ട് മോഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹൈനയെ കണ്ടോ. ഒരെണ്ണമല്ല, ഇഷ്ടം പോലെ ഹൈനയുടെ കൂട്ടം ഇവർക്ക് ചുറ്റുമുണ്ട്. ഒട്ടും പേടിയില്ല കേട്ടോ. സിംഹം ഒന്ന് പേടിപ്പിക്കുമ്പോൾ അങ്ങോട്ട് മാറും, വീണ്ടും വന്ന് നിൽക്കും. ചോരയുടെയോ ഇറച്ചിയുടെ മണം എവിടെ കിട്ടിയാലും ഇവന്മാർ അവിടെയുണ്ട്. ഹണ്ടിങ്ങെങ്കിൽ ഹണ്ടിങ്, അതല്ല മോഷണമെങ്കിൽ മോഷണം. എങ്ങനെയെങ്കിലും ഇവന്മാർക്ക് തിന്നണം, അത്രയേ ഉള്ളൂ. നമ്മൾ മുന്നേ പറഞ്ഞില്ലായിരുന്നോ ഹൈന പ്രൈമറിലി ഒരു ഹണ്ടറാണ്, എന്നാൽ സ്കാവഞ്ച് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഹൈനയുടെ സ്കാവഞ്ചിങ് സ്കിൽസും കൂടിയാണ് കേട്ടോ കാണുന്നത്. സിംഹം പിടിച്ചിട്ടേക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ പോയി അല്ലെങ്കിൽ അതിനിടയ്ക്കൂടെ മോഷിച്ചിട്ട് പോയി കഴിക്കുന്നത് കണ്ടോ. ഹൈനാസിൻ്റെ സോഷ്യൽ സ്ട്രക്ചർ മെട്രിയാർക്കലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനക്കൂട്ടത്തെയൊക്കെ പോലെ പെൺഭരണം, പെണ്ണുങ്ങളാണ് ഇതിൽ ഡോമിനേറ്റ് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതൊക്കെ. അപ്പം ഹൈനയ്ക്ക് ശരിക്കും ആൺ ഹൈനകളെക്കാട്ടിലും വലിപ്പം കൂടുതലും പെൺ ഹൈനകൾക്കാണ്. നമ്മളീ കാണുന്നത് സ്പോട്ടഡ് ഹൈനാസ് ആണ്. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് സ്ട്രൈപ്ഡ് ഹൈനാസ് ആണ്. രണ്ടും കഴുതപ്പുലികൾ തന്നെയാണെങ്കിലും ഈ പുള്ളികളുള്ളതുകൊണ്ട് ഇതിനെ പുള്ളി അല്ലെങ്കിൽ സ്പോട്ടഡ് ഹൈനാസ് എന്നും, മറ്റേ നമ്മുടെ നാട്ടിൽ കാണുന്നതിനെ മേത്ത് വരയുള്ളതുകൊണ്ടാണ് സ്ട്രൈപ്ഡ് ഹൈനാസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ലാഫിംഗ് ഹൈനാസ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇതിൻ്റെ സൗണ്ട് ചിരിക്കുന്ന പോലത്തെ സൗണ്ടാണ്. സ്കാവഞ്ചേഴ്സായിട്ട് ഇവിടെ ഹൈന മാത്രമല്ല, കുറുനരിയും പിന്നെ അതുപോലെ കഴുകന്മാരും ഒക്കെ ഉണ്ട്. ഈ കാണുന്നത് സ്ട്രൈപ്ഡ് ജാക്കൽസ് എന്നറിയപ്പെടുന്നതാണ്. നമ്മൾ മുന്നത്തെ എപ്പിസോഡുകളിലൊക്കെ കണ്ട ആഫ്രിക്കയിൽ കാണപ്പെടുന്ന സ്ട്രൈപ്ഡ് ജാക്കൽസ് ആണ്. മസൈമാരയിൽ മോർണിംഗ് സഫാരി വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പുൽമേടുകളാണ് കൂടുതലും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വന്നിരുന്നാൽ മതി. രാവിലെ എല്ലാ ആനിമൽസിനെയും നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറുനരിയും അതുപോലെ ഹൈനിയും സിംഹങ്ങളും വിൽഡ് ബീസ്റ്റുകളും സീബ്രാസും അതുപോലെ കഴുകന്മാരും അങ്ങനെ എന്ന് വേണ്ട ഒരുവിധപ്പെട്ട ആനിമൽസൊക്കെ ഒരൊറ്റ സ്ഥലത്ത് തന്നെയുണ്ട് കേട്ടോ. എങ്ങോട്ടേക്കും വേറെ പോകണ്ട, നമുക്ക് ഇവിടെ ഇരുന്നാൽ ഇതിനെല്ലാം കാണാം. മുന്നേ നമ്മൾ വന്നപ്പോൾ ഒരു സബർഡൽട്ട് വിൽഡ് ബീസ്റ്റിൻ്റെ തലയും കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞ് വാലെടുത്തുകൊണ്ട് ഓടുന്നത് കണ്ടോ. അപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനി ചിലപ്പം കളിയാവാം എന്നുള്ള രീതിയിൽ വാല് കടിച്ച് പിടിച്ചുകൊണ്ട് ഓടുന്ന ഓട്ടം കണ്ടോ. ഇതുകൊണ്ട് ആ കാണുന്ന ഹൈനിക്കും കോളർ ഐ ഡി പിടിപ്പിച്ചിട്ടുണ്ട്. മുന്നേ നമ്മൾ ലയണ് കണ്ടില്ലായിരുന്നോ. ഇതൊക്കെ ഈ റിസർച്ച് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവർ പിടിപ്പിക്കുന്നതാണ് കേട്ടോ.
മാസൈമാരിലെ ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ആനിമൽസിനും ഒരു ഉത്സവകാലം തന്നെയാണ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഇരയുണ്ടാവും എന്നുള്ളതാണ് ഇവിടുത്തെ കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസിനെ സംബന്ധിച്ച് അതൊരു ഉത്സവകാലമാകാനുള്ള കാരണം. എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഹണ്ടിങ്ങും അല്ലെങ്കിൽ ഇതുപോലത്തെ കില്ലും കാര്യങ്ങളും ഒക്കെയാണ്. അതല്ല ഇപ്പം ഗമാരുടെ ജീവൻ പോകാതിരിക്കാൻ നോക്കും, കൊണ്ട് കൂടുന്നില്ലേ. കെനിയയുടെ അയൽ രാജ്യമായിട്ടുള്ള ടാൻസാനിയയിലും കെനിയയിലുമായിട്ട് പടർന്നു കിടക്കുന്ന വലിയൊരു കാടാണ് ഈ മാസൈമാരയും അല്ലെങ്കിൽ സെരംഗെട്ടി. ഇത് രണ്ടും ഒരൊറ്റ കാടാണ്. 2 രാജ്യങ്ങളിലായിട്ട് കിടക്കുന്നത് കൊണ്ട് 2 റിസർവുകളായിട്ട് അറിയപ്പെടുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കെനിയയിൽ ഉള്ള മാസൈമാരയിലേക്ക് ടാൻസാനിയൻ ഭാഗത്തുള്ള സെരംഗെട്ടി നാഷണൽ പാർക്കിൽ നിന്ന് ആനിമൽസ് കൂട്ടമായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിൽഡ് ബീസ്റ്റുകളും സീബ്രാസും പിന്നെ കുറേ ആൻറ്റിലോപ്സിൽ പെട്ട വേറെയും കുറേ ആനിമൽസ് ഈ സമയത്ത് മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. വിൽഡ് ബീസ്റ്റുകളും സീബ്രാസും ഒക്കെ കൂട്ടമായിട്ട് വരുമെന്ന് പറയുമ്പോൾ ചെറിയ കൂട്ടങ്ങളല്ല, ലക്ഷക്കണക്കിനുള്ള അല്ലെങ്കിൽ മില്യൺസ് ഓഫ് വിൽഡ് ബീസ്റ്റുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ലക്ഷം സീബ്രാസും ഒക്കെ അങ്ങനെ അത്ര വലിയ കൂട്ടങ്ങളായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഒരേ കാടിൻ്റെ 2 ഭാഗങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്കിൽ തന്നെയും ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ടാൻസാനിയയിലെ സെരംഗെട്ടി ഭാഗത്ത് ഉണക്ക് ബാധിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വെള്ളമൊക്കെ പറ്റി പച്ചപ്പൊക്കെ ഇല്ലാതാകുമ്പോഴത്തേക്കും നമ്മുടെ മാസൈമാരിയിൽ സ്റ്റിൽ വെള്ളവും പച്ചപ്പും ഉണ്ടാവും. അപ്പം തീറ്റയും വെള്ളമൊക്കെ തേടിയിട്ടാണ് ആനിമൽസ് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരു ജൂലൈ സമയത്തൊക്കെ ഏകദേശം ജൂലൈ സമയത്തൊക്കെ ഈ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. മാസൈമാരയിലേക്ക് അനിമൽസ് എത്തി തുടങ്ങും സെരംഗെട്ടി ഭാഗത്ത് നിന്ന്. അത് കഴിഞ്ഞ് ഒരു ഒക്ടോബറൊക്കെ കൂടി സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി ഇവിടെ ഉണക്കൊക്കെ ബാധിക്കുമ്പോഴത്തേക്കും അതുങ്ങൾ തിരിച്ച് ടാൻസാനിയയിലേക്ക് പോകും. അപ്പോഴേക്കും അവിടെ വെള്ളവും പച്ചപ്പൊക്കെ ആയി തുടങ്ങും. അതാണ് ഈ ഒരു മൈഗ്രേഷൻ പ്രോസസ്സിൻ്റെ കാരണം. നമ്മുടെ കൂടെ സെക്കൻഡ് ബാച്ചിലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാവേ. ഹായ്, എൻ്റെ പേര് ഗോകുൽ പിന്നെ മനു, അമൽ, ആശാൻ, ഷിബു ചേട്ടനൊരു ചാനലൊക്കെ ഉണ്ടല്ലേ? ഭയങ്കര ഒരു യാത്രികനും കൂടിയാണ് കേട്ടോ ഷിബുചേട്ടൻ. അതെ, യാത്ര ചെയ്യുന്നതുകൊണ്ട് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. ഷിബുചേട്ടൻ്റെ വീഡിയോയുടെ ലിങ്കൊക്കെ ഏതായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, ചാനലിൻ്റെ ലിങ്ക്. ഇതേ നല്ല യമണ്ടൻ കാട്ടുപോത്ത്, കേപ്പ് ബഫലോ അല്ലെങ്കിൽ ആഫ്രിക്കൻ ബഫലോ എന്നറിയപ്പെടുന്ന യഥാർത്ഥ കാട്ടുപോത്ത് ഇതാ കേട്ടോ. നമ്മുടെ ഇന്ത്യൻ വൈൽഡ് ഗവർണറെ നമ്മൾ കാട്ടുപോത്ത് എന്നാണ് വിളിക്കുന്നത്. കാരണം നമ്മുടെ കാട്ടുകളിൽ പോത്തില്ലാത്തതുകൊണ്ട് പണ്ട് മുതൽ കാട്ടുപോത്തെന്നാണ് കേട്ടോ അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ ചർച്ചകൾ നടക്കുന്നതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. എങ്കിൽ പോലും കാട്ടി എന്നുള്ള പേര് ശരിക്കും മലയാളമല്ല, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തത്. അത് പ്രാദേശികമായിട്ട് ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് മലബാർ സൈഡിലേക്കൊക്കെ കൂടുതലായിട്ട് കാട്ടി എന്ന വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നവർ അങ്ങനെ ഉപയോഗിച്ചോളൂ. നമ്മുടെ ഒഫീഷ്യൽ റെക്കോർഡ്സിലുള്ള കാട്ടുപോത്ത് എന്ന് തന്നെയാണ് വിളിക്കാൻ എനിക്ക് ആഗ്രഹം, പോത്ത് വർഗ്ഗം അല്ലെങ്കിലും കേട്ടോ. ഇത് നല്ല സുന്ദരനായിട്ടുള്ളൊരു പക്ഷിയെ കണ്ടോ, ലൈലാക്ക് ബ്രസ്റ്റഡ് റോളർ എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ റോളർ അല്ലെങ്കിൽ പനങ്കാക്കയായിട്ട് നല്ല സാമ്യമുണ്ട്. ആ വർഗ്ഗത്തിൽപ്പെട്ടത് തന്നെയാണെന്ന് തോന്നുന്നു. ഏതായാലും ഇവിടുത്തെ നാഷണൽ ബേർഡാണ്. നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ ഓൾറെഡി കണ്ടതും പറഞ്ഞതും ഒക്കെ കേട്ടോ ഇതിനെപ്പറ്റി. ആഫ്രിക്കൻ എലിഫൻസ്, മാസായിമാർ ചെന്ന് കഴിഞ്ഞാൽ ആഫ്രിക്കൻ എലിഫൻസ് ഇല്ലാതെ എന്ത് സഫാരി അല്ലേ. നമുക്ക് സ്ഥിരമായിട്ട് എല്ലാ സഫാരിയിലും തന്നെ ആനകളെ കിട്ടാറുണ്ട്. ഈ സഫാരിയിൽ നമുക്കൊരു വലിയ ആനക്കൂട്ടത്തെ കിട്ടിയേക്കുവാണ്. ഇവിടെ ഇത് സുലഭമായിട്ടുള്ളൊരു സൈറ്റിങ്സ് തന്നെയാണ്. അതേസമയം ഒറ്റയാനെ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. നമുക്ക് ഈ എൻ്റയർ സഫാരിയിൽ എനിക്ക് തോന്നുന്നു 1-2 ഒറ്റയാന്മാരെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതിന് മുന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരു ഒറ്റയാനുമായിട്ടുള്ളൊരു എൻകൗണ്ടർ, വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സൈറ്റിങ്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ കൊമ്പിൻ്റെ ബേസിസിൽ ഒറ്റയാനെന്നോ അല്ലെങ്കിൽ എന്നാ പറയണ്ടേ കൊമ്പനോ ഒന്നും നമുക്കിവിടെ മെയിൽ എലിഫൻസിനെ വിളിക്കാൻ പറ്റത്തില്ല. ഞാൻ മുന്നത്തെ എപ്പിസോഡിൽ ക്ലിയർ ആയിട്ട് ഒരുപാട് നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ആഫ്രിക്കൻ എലിഫൻസിൽ ഫീമെയിൽസിനും കൊമ്പുള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല കൊമ്പ് മാത്രം വെച്ചിട്ട്. മസായിമാരെ സഫാരിയിൽ നമുക്ക് ആഫ്രിക്കൻ എലിഫൻസിനെയൊക്കെ വളരെ തൊട്ടടുത്ത് കാണാൻ പറ്റും കേട്ടോ. വളരെ ക്ലോസ് ആയിട്ട് വണ്ടിയോട് ചേർന്ന് ഇത് വരും. നമ്മുടെ ഇന്ത്യൻ കാടുകളിൽ പോലും എനിക്ക് തോന്നുന്നു ഇത്രയും ക്ലോസ് ആയിട്ട് എലിഫൻസിനെ കാണാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നാട്ടിലെ ആനകൾ കുറച്ചുകൂടെയൊക്കെ അഗ്രസീവാണ്. ചിലപ്പം ഒരുപാട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ വളരെ ക്ലോസ് ആയിട്ട് വണ്ടികളോട് ചേർന്ന് വരാറുണ്ട്. അത്ര തന്നെ അഗ്രസീവ് നേച്ചർ അല്ല ഇവിടുത്തെ ആനകൾക്ക്. അത് ഈ കൂട്ടത്തിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. അതേസമയം ഒറ്റയാന്മാരാണെങ്കിൽ അവ നല്ല രീതിയിൽ അഗ്രസീവാണ്. വളരെ ദൂരെ നിന്ന് തന്നെ അവന്മാർ ചാർജ് ചെയ്ത് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇവിടെ ഒറ്റയാന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഡ്രൈവർമാർ ഒരുപാട് അടുത്തേക്ക് വണ്ടി കൊണ്ടുപോകത്തില്ല കേട്ടോ.
ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും തമ്മിലുള്ള രൂപവ്യത്യാസമൊക്കെ നമ്മൾ മുന്നത്തെ എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അതിൽ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവയുടെ ചെവിയുടെ വലിപ്പം തന്നെയാണ്. ആഫ്രിക്കൻ ആനകളുടെ ചെവി വളരെ വലുതാണ്. അത് വലിയ ആനകളിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആനകളെ തന്നെയാണ് കാണാൻ രസം. അതേസമയം ചെറിയ ആനകളിൽ വലിയ ചെവിയൊക്കെ ആയിട്ട്, അതായത് കുട്ടി ആനകളിൽ വലിയ ചെവിയൊക്കെ ആയിട്ട് കാണുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടി ആനകളെക്കാട്ടിലും കാണാൻ ഒരു കൗതുകവും ഇത്തിരി കുസൃതിയൊക്കെ തോന്നുന്നത് ഈ ആഫ്രിക്കൻ എലഫൻസിനാണ്. നോക്കി ഒരു കുട്ടിക്കുറുമ്പൻ കിടന്ന് കളിക്കുന്നത്, അതുകൊണ്ട് വലിയ ചെവിയായിട്ട് ഈ കുഞ്ഞു രൂപത്തെ കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമല്ലേ. പാല് കുടിക്കുന്നുണ്ട്. ഇത് അത്ര അഗ്രസീവ് നേച്ചർ അല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഈ ഒരു വണ്ടി വളരെ ക്ലോസ് ആയിട്ട് ചെന്നപ്പോഴത്തേക്കും ആന അതിൻ്റെ ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുന്നത് കണ്ടോ. അങ്ങനെ ആനക്കാഴ്ചകൾ എത്ര നേരം കണ്ടിരുന്നാലും മതി വരത്തില്ല എങ്കിലും നമുക്ക് വേറെയും ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളത് കൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം കേട്ടോ. നമ്മുടെ അടുത്ത സൈറ്റിങ്സ് ചീറ്റപ്പുലിയാണേ. അത് ഒരെണ്ണമല്ല, ഒരു 5 എണ്ണം, ഒരമ്മയും 4 കുട്ടികളുമാണ്. അപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ സബ് അഡൾട്ട് ഏജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. കബ്സ് സ്റ്റേജിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന 4 വലിയ കുട്ടികളും ഒരമ്മയും. ഇവിടുത്തെ നാഷിപ്പൈ എന്നറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചീറ്റയും അതിൻ്റെ കുട്ടികളും ആട്ടോ ഇത്. നാഷിപ്പൈ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇത്ര ഫേമസ് ആയിട്ടുള്ളൊരു ചീറ്റ ആയെന്നൊക്കെ ഉള്ളതിൻ്റെ സ്റ്റോറി നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ഓൾറെഡി പറഞ്ഞതാണ്. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഒത്തിരി നേരമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഈ ചീറ്റകൾ മുഴുവൻ കിടക്കുമായിരുന്നല്ലോ ഒന്ന് എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി നേരത്തെ വെയിറ്റിങ്ങിന് ശേഷമാണ് അവരൊന്ന് എഴുന്നേറ്റത്. ഇനിയിപ്പം നല്ല ആക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാ രസമെന്ന് നോക്കി, അപ്പുറത്ത് കിടന്ന കുറ്റിക്കാടിൽ നിന്ന് ഇവരെല്ലാം കൂടെ എഴുന്നേറ്റ് വന്ന് അടുത്തുള്ളൊരു മൺതിട്ടയുടെ മുകളിൽ കയറിയിരിക്കുന്ന കാഴ്ച കണ്ടോ. എന്തിനാണ് ചീറ്റ ഇങ്ങനെ ഹൈറ്റുള്ള സ്ഥലത്തേക്ക് കയറിയിരിക്കുന്നത് ചോദിച്ചാൽ, പുൽമേട് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണല്ലോ. അപ്പോൾ നല്ല ഹൈറ്റിൽ പുല്ലുള്ളതിനകത്ത് എന്തെങ്കിലും ഇര നിന്നാലോ അല്ലെങ്കിൽ ശത്രുക്കൾ നിന്നാലോ ഒക്കെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇര പിടിക്കാനൊക്കെ നേരത്ത് എവിടെയാണ് ഇര എന്ന് കാണാൻ വേണ്ടിയിട്ട്, ദൂരക്കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉയരമുള്ള സ്ഥലത്തേക്ക് ഇവർ കയറിയിരിക്കുന്നത്. ചീറ്റകൾ മിക്കവാറും പിടിക്കുന്നത് ആൻറ്റലോപ്സിനെ ആയിരിക്കും കേട്ടോ. ഇവിടെ ഒരുപാട് തരത്തിൽപ്പെട്ട ആൻറ്റലോപ്സ് ഉണ്ടല്ലോ, ഇംബാലയും ടോപ്പിയും ഗസൽസും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇടയ്ക്ക് ചെറിയ സീബ്രാസിനെയും വിൽഡ് ബീസ്റ്റിനെയും ഒക്കെ ഇവന്മാർ ഇരയാക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഊഹം തെറ്റായിരുന്നില്ല, ചീറ്റകൾ ടാർഗറ്റ് ചെയ്തിരുന്നത് ഈ ഇംബാലകളെയായിരുന്നേ. അതിനെ കണ്ടപ്പോഴത്തേക്കും അത് ഓടി രക്ഷപ്പെടുന്നതിന് പകരം നേരെ ചീറ്റകളുടെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ ഇവന്മാർ ഓടി ചെല്ലുന്നത്. ഇത് എന്തൊരു വെളിവുകേടാണ് ഈ ഇമ്പാലുകൾ കാണിക്കുന്നത് നോക്കി. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടി രക്ഷപ്പെടാനുള്ളതിന് ചീറ്റകളുടെ നേരെ അടുത്തോട്ട് ചെന്നിട്ട് വായിലോട്ട് നോക്കി നിൽക്കുകയാണേ. അതോ ഇനിയൊരു ഓട്ടോ മത്സരത്തിനുള്ള വെല്ലുവിളിയാണെന്ന് അറിയത്തില്ല, വാട അരക്കൈ നോക്കാം എന്നുള്ള രീതിയിൽ. ഏതായാലും ചീറ്റകൾ അത്ര ഇൻട്രസ്റ്റഡ് അല്ലാന്ന് തോന്നുന്നു. അവർ ആ ടാർഗറ്റ് അല്ലാന്ന് തോന്നുന്നു കേട്ടോ ലോക്ക് ചെയ്തേക്കുന്നത്. ഇമ്പാലകളെ അവരുടെ വഴിക്ക് വിട്ടിട്ട് ചീറ്റകൾ വേറെ ടാർഗറ്റ് ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. എന്നെ രസമെന്ന് നോക്കി ചീറ്റപ്പുലിനെ അടുത്ത് കാണാൻ. അതിൻ്റെ ആ ബോഡിയുടെ ഷേപ്പൊക്കെ കണ്ടോ. ഇത് അങ്ങ് ദൂരെ 2 ജിറാഫുകൾ നിൽക്കുന്നത് കണ്ടോ. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ഒറ്റയ്ക്കൊരു മരമൊക്കെ നിൽക്കുന്നതിൻ്റെ കൂടെ ഇവന്മാർ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ സൈസ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. എന്നാ ഹൈറ്റാന്ന് നോക്കി. ഇത് അങ്ങ് ദൂരെ നിന്ന് ചീറ്റകളും എല്ലാം നടന്ന് നമ്മുടെ വണ്ടികളുടെ അടുത്തൂടെ എത്തിയിട്ടുണ്ടേ. എനിക്ക് വണ്ടികൾക്കിടയിൽ കൂടെ ചീറ്റ നടന്നു പോകുന്ന കാഴ്ച. അപ്പോൾ ഇവന്മാരുടെ ടാർഗറ്റ് ഇത്തവണ ലോക്ക് ചെയ്തേക്കുന്നത് അങ്ങ് താഴെയായിട്ട് കുറച്ച് കാട്ടുപന്നികൾ, വാർത്തോക്സ് നിൽപ്പുണ്ട് കേട്ടോ. അവന്മാരെയാണെന്ന് തോന്നുന്നത്. ചീറ്റ പൊതുവെ ഈ കാട്ടുപന്നികളെ പിടിച്ച് കണ്ടിട്ടില്ല. ഇത് ചീറ്റകൾ പല ഗ്രൂപ്പായിട്ട് മെല്ലെ സ്പ്ലിറ്റ് ആയിട്ടുണ്ടേ. ഇത് ഏറ്റവും ഫ്രണ്ടിൽ ഒരെണ്ണം പോകുന്നു, അതിൻ്റെ പുറകിലായിട്ട് 2 എണ്ണം, പിന്നെ 2 എണ്ണം അപ്പുറം ഇപ്പുറയായിട്ട് മാറി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടക്കുന്ന പോലെയാണ് ഇവന്മാർ ഹണ്ടിങ്ങിന് ഇറങ്ങിയേക്കുന്നത്. ശശിയായത് 1 2 3 പറയുന്നതിന് മുമ്പ് ഓടി. ഞാനില്ല മുഖത്തുണ്ട് ചമ്മിയ ചിരി. ഇത് കണ്ടിട്ടൊരു മോക്ക് ഡ്രില്ല് പോലെയാട്ടോ തോന്നി. ഇതൊരു ഫെയിൽഡ് അറ്റംപ്റ്റ് ആയിട്ട് തോന്നിയില്ല. വേണമെങ്കിൽ ചീറ്റയ്ക്ക് അതിനെ പിടിക്കാമായിരുന്നു, പക്ഷെ ചാർജ് ചെയ്ത ശേഷം ശ്രമം ഉപേക്ഷിച്ചതുപോലെയാട്ടോ തോന്നിയത്. പൊതുവെ ഈ വാർത്തോക്സ് അല്ലെങ്കിൽ കാട്ടുപന്നികളെ ചീറ്റ പിടിക്കാറില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മിക്കവാറും അമ്മ ചീറ്റ കുഞ്ഞുങ്ങളെ ഹണ്ടിങ് ട്രെയിനിങ് പ്രാക്ടീസ് കൊടുത്തതാവാനാണ് കേട്ടോ സാധ്യത. ഹണ്ടിങ് അറ്റംപ്റ്റ് ആയിരുന്നെങ്കിൽ ഇതേ തൊട്ടടുത്ത് തന്നെ വലിയൊരു ഇമ്പാലയുടെ കൂട്ടം നിൽക്കുന്നുണ്ടോ. അപ്പം ഇവരുടെ ഇഷ്ടഭക്ഷണമായിട്ടുള്ള ഈ ഇമ്പാലയന്മാർ ടാർഗറ്റ് ചെയ്തിരുന്നേനെ. പക്ഷേ ഇമ്പാലയെ മൈൻഡ് ചെയ്യാതെ വാർത്തോക്സിന് നേരെ ചാർജ് ചെയ്തത് അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടായിരുന്നിരിക്കാം. വലിയൊരു കൂട്ടം കേട്ടോ. എന്നാ രസമെന്ന് നോക്കി. വളരെ ഭംഗിയുള്ളൊരു ആനിമൽ കേട്ടോ നമ്മുടെ ഈ ഇമ്പാല. ഇമ്പാലക്കൂട്ട് ഇപ്പോഴാണ് തോന്നുന്നു നമ്മുടെ ചീറ്റയുടെ പ്രസൻസ് അറിഞ്ഞത്. എല്ലാം കൂടെ ഓടുന്നുണ്ടോ. ഇത് വീണ്ടും നമ്മുടെ മറ്റൊരു ദിവസത്തെ ലഞ്ച് എന്താ ഇവിടെ വെച്ചാണ്.
നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് വീണ്ടും സഫാരി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ഒരു സൈറ്റിംഗ് ആണ് മെയിൽ ഓസ്ട്രിച്ച് അഥവാ നമ്മുടെ ഒട്ടകപ്പക്ഷി. ഇതെങ്ങനെയാണ് മെയിലാണെന്ന് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കളറാണ് കേട്ടോ. ഒട്ടകപ്പക്ഷി നല്ല കറുത്ത കളറും അതുപോലെ വൈറ്റ് ചിറകും വാലും ഒക്കെ ആണെങ്കിൽ അത് ആൺ ഒട്ടകപ്പക്ഷിയായിരിക്കും. അതേസമയം പെൺപക്ഷികളുടെ നിറം കുറച്ച് ഗ്രേ ആട്ടോ, ഒട്ടും ഡാർക്ക് കളറല്ല. ഒട്ടകപ്പക്ഷി ഏറ്റവും വലിയ ബേർഡാണെന്നറിയാലോ, അതും പറക്കുകയല്ലാത്തൊരു പക്ഷിയാണ്. ഏറ്റവും വലിയ മുട്ടയിടുന്ന ജീവിയും ഒക്കെ ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ ലാൻഡ് ബേർഡ്സിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഓടുന്നത് ഇതാണ്. 70 കിലോമീറ്റർ 80 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടാൻ ഈ ഒട്ടകപ്പക്ഷിക്ക് പറ്റും. പക്ഷേ ഇതിപ്പോൾ നടക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ ഒട്ടും ബാലൻസ്ഡ് അല്ലാത്ത പോലെയാണ് തോന്നുന്നത്. ഇപ്പം വീഴാൻ പോകുന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. കാരണം അത്രയും വലിയ ബോഡി ആണ് ഈ 2 കാലിൽ താങ്ങുന്നത്. ശരിക്കും ഒട്ടകപ്പക്ഷിക്ക് 4 കാല് വേണമെന്ന് തോന്നിപ്പോകും അതിനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും വലിയ ഒരു ബോഡി താങ്ങാൻ വേണ്ടിയിട്ടുള്ള കാലായതുകൊണ്ട് തന്നെ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടും അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള കാലുകളാണ് ഒട്ടകപ്പക്ഷിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവയുടെ ഏറ്റവും വലിയ ഡിഫെൻഡിങ് ആയുധവും ഈ കാല് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഒരു തൊഴി കിട്ടിയാൽ തീർന്നു തന്നെ. അപ്പോൾ നമ്മൾ സഫാരി തുടരുവാണ്. നമുക്ക് ഈ സഫാരി അറേഞ്ച് ചെയ്തേക്കുന്നത് 2 Awesome Masai എന്നുള്ളൊരു ട്രാവൽ കമ്പനിയാണ് കേട്ടോ. മലയാളികളുടെ ഓണർഷിപ്പിലുള്ളൊരു കമ്പനിയാണ്. അതും ട്രാവൽ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഇൻതൂസിയാസ്റ്റ് ആയിട്ടുള്ള 2-3 പേരാണ് കേട്ടോ ഇതിൻ്റെ പുറകിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനും ഒക്കെ പറ്റിയ പാക്കേജായിട്ടോ അവർ ചെയ്തു തരുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ഡ്രൈവർ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഗൈഡ്, അതുപോലെ നല്ല അടിപൊളി സ്റ്റേയും കാര്യങ്ങളും. പിന്നെ അതൊക്കെ പോരാത്തിന് കിടിലിനൊരു വണ്ടി, ഫോട്ടോഗ്രാഫേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നല്ല വണ്ടിയുമാണ് ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നത്. ഒക്കെ നല്ല സൗകര്യങ്ങളും അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത സൈറ്റിംഗ് കണ്ടോ, ലെപ്പേർഡ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സൈറ്റിംഗ് എന്ന് കരുതപ്പെടുന്ന സാധനം കേട്ടോ ഈ ലെപ്പേർഡ് അല്ലെങ്കിൽ പുള്ളിപ്പുലി. നമ്മുടെ നാട്ടിൽ ഒക്കെ കോമൺ ആയിട്ട് കാണാറുള്ളതാണെങ്കിലും ഇവിടെ ഇതൊരു പ്രൈം സൈറ്റിംഗ് തന്നെയാണ് കേട്ടോ. ഈവൻ സിംഹത്തിനെക്കാട്ടിലും ചീറ്റയെക്കാട്ടിലും ഒക്കെ ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സൈറ്റിംഗ് ആണ്. ലെപ്പേർഡിനെ കിട്ടിയെന്ന് കേട്ട് കഴിഞ്ഞാൽ വേറെ എല്ലാ സൈറ്റിങ്സും വിട്ടിട്ട് ഉള്ള വണ്ടികൾ മുഴുവൻ ആ ഒരു ഏരിയയിലുണ്ടാവും കേട്ടോ ലെപ്പേർഡിന് ചുറ്റുമായിട്ട്. വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഒക്കെ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നമുക്ക് ലെപ്പേർഡിനെ കിട്ടിയേക്കുന്നത്. ഒന്നാമത് അതൊരു കുറ്റിക്കാടിനിടയിലാണ്, പോരത്തിന് നല്ല കാറ്റും മഴയുണ്ട്. അതും പോലെ തന്നെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മുടെ വണ്ടി പെട്ടെന്ന് സ്പീഡിൽ ഒരുപാട് വണ്ടികൾ ചുറ്റുമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നല്ല പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വണ്ടിയാണെങ്കിലും ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല സ്റ്റെബിലൈസേഷനും ഓട്ടോ ഫോക്കസും ഒക്കെ വർക്ക് ചെയ്യുന്ന ക്യാമറാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 2 മെയിൻ ക്യാമറകൾ, ഒന്ന് പാനസോണിക് ലൂമിക്സ് GH7 ഒരു വീഡിയോ സ്പെസിഫിക് ക്യാമറയാണ്. പിന്നെ വേറൊന്ന് നിക്കോണിൻ്റെ ഫുൾ ഫ്രെയിം ക്യാമറയായിട്ടുള്ള ഹൈബ്രിഡ് ക്യാമറ ZF കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ക്യാമറകളുടെയൊക്കെ ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ നേരത്തെ ഒളിച്ചും പാത്തും കളിയൊക്കെ കഴിഞ്ഞ ശേഷം ലെപ്പേർഡ് നമുക്ക് അത്യാവശ്യം ഫോട്ടോയും വീഡിയോ ഒക്കെ തന്നിട്ട് കാടിനകത്തോട്ട് കയറിപ്പോയേ. അപ്പോഴേക്കും മഴ അത്യാവശ്യം ശക്തിയായി. ഇവിടുത്തെ മഴ എങ്ങനെയാണ് കേട്ടോ, പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും. നമ്മൾ വന്ന ശേഷം ഒരു 2ാമത്തെ 3ാമത്തെ അങ്ങോട്ട് മഴയാണ് നമുക്ക് ഈ ട്രിപ്പിനിടെ കിട്ടിയേക്കുന്നത്. മഴയൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത സൈറ്റിംഗ് കണ്ടോ, നല്ല സുന്ദരക്കുട്ടന്മാരായ 2-3 സിംഹക്കുട്ടികൾ കേട്ടോ. എന്നെ രസമെന്ന് നോക്കിയ സിംഹക്കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. 3 കുഞ്ഞുങ്ങളും ഒരു തള്ളയാട്ടോ ഉള്ളത്. പൊതുവേ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ പെൺസിംഹം ഗ്രൂപ്പിൽ നിന്ന് മാറി ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത് കുറച്ച് കാലത്തേക്ക്. ഒരു 1.5-2 മാസമൊക്കെ കുഞ്ഞുങ്ങൾക്ക് പ്രായമാകുമ്പോഴേ തിരിച്ച് പ്രൈഡിലേക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തുള്ളേ. അതുവരെ പല പല കൂട്ടുകളിൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി താമസിക്കും. ചെറിയ മാളത്തിലോ അല്ലെങ്കിൽ സേഫായിട്ടുള്ള വേറെ ഷെൽട്ടറുകളിലേക്കൊക്കെ നിങ്ങളെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. നമ്മുടെ പൂച്ചയുടേതായിട്ടുള്ള സമാനമായിട്ടുള്ളൊരു ബിഹേവിയറാണ് സിംഹങ്ങൾക്കും ഉള്ളത്. ബിഗ് ക്യാറ്റ് എന്ന് തന്നെയാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ കൊണ്ടായി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കണ്ണ് തുറക്കുന്നത്. അതുപോലെ വളരെ ചെറുതായിരിക്കും, 1 കിലോ 1.5 കിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ഉള്ളൂ കേട്ടോ. പൂച്ചയെ എടുത്തുകൊണ്ട് പോകുന്നത് തന്നെ കഴുത്തിന് കടിച്ചു പിടിച്ചാണ് സിംഹം ഇതിനെ കൂടൊക്കെ മാറ്റുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 1.5-2 മാസം കാലം നിങ്ങൾക്ക് തീറ്റയൊക്കെ തന്നെയാണ് തള്ളസിംഹം പിടിച്ചുകൊണ്ടേ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 1.5-2 മാസമൊക്കെ പ്രായമാകുമ്പോഴത്തേക്കുമാണ് നിങ്ങളെ തിരിച്ച് ഗ്രൂപ്പിലോട്ട് അല്ലെങ്കിൽ പ്രൈഡിലോട്ട് കൊണ്ടുവരുന്നതെന്ന്. ആ സമയത്ത് ഗ്രൂപ്പിലുള്ള മറ്റ് സിംഹങ്ങളുമായിട്ട് ഇടപഴകാൻ നിങ്ങൾക്ക് ഭയങ്കര പേടിയായിരിക്കുമേ. കൂടുതലും അമ്മയുടെ അടുത്ത് തന്നെയായിരിക്കും. അതല്ലെങ്കിൽ വേറെ കുഞ്ഞുങ്ങളുള്ള തള്ള സിംഹങ്ങളൊക്കെ ഇവരുമായിട്ട് പെട്ടെന്ന് കമ്പനിയാവും കേട്ടോ. അങ്ങനെ പതിയെ ആയിട്ട് ഗ്രൂപ്പുമായിട്ട് മിങ്കിളാവുന്നത്. രൂപത്തിലും ഭാവത്തിലും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു പൂച്ചക്കുഞ്ഞ്, കരച്ചിലും ഏതാണ്ട് അതുപോലെ തന്നെ. ഈവൻ സ്വഭാവവും എല്ലാം പൂച്ചക്കുഞ്ഞുങ്ങളുടേതുപോലെ തന്നെയാണ് കേട്ടോ. വെറുതെ അല്ല ബിഗ് ക്യാറ്റ്സ് എന്ന് വിളിക്കുന്നത്. ചില ആൺസിംഹങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പിന്നെ അതുങ്ങളുടെ സടയിലും വാലിലും ഒക്കെ കളിക്കാൻ വിടാറുണ്ട്. എന്നാൽ ചില സിംഹങ്ങൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഓടിക്കാറുമുണ്ട് കേട്ടോ. അത് ഓരോ സിംഹങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ മനുഷ്യരുടേതുപോലെ തന്നെ ഓരോരുത്തരുടെയും ബിഹേവിയർ ഓരോ തരത്തിലാട്ടോ. എന്നെ ഒരു കാഴ്ച നോക്കി, സുന്ദരന്മാരായ 2 സിംഹക്കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കിയിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു ഇതുങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ആ കമ്പിൻ്റെ മറവിൽ നിന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്.
ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ട് മാറാത്തതുകൊണ്ട് കിട്ടിയ പടമായിട്ട് നമ്മൾ പോവുകയാണേ. ഇത് ഒരു പക്ഷിയെ കണ്ടോ? നമ്മുടെ നാട്ടിലെങ്ങും കാണപ്പെടുന്നതല്ല കേട്ടോ, ആഫ്രിക്കയിൽ മാത്രം കാണപ്പെടുന്ന റപ്പൽസ് ബേർഡ് എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയാണ്. ഇന്നൊരു കിടിലൻ ദിവസമായിരുന്നു കേട്ടോ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. നേരം മെല്ലെ സന്ധ്യയായി തുടങ്ങി, ലൈറ്റ് നല്ല രീതിയിൽ പോയി തുടങ്ങി. നമ്മൾ വരുന്ന വഴിക്ക് ഇത് ജിറാഫുകൾ ക്രോസ് ചെയ്യുന്നത് കണ്ടോ? ഒരെണ്ണം അല്ല, കുറേ എണ്ണം അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. മെല്ലെ മെല്ലെ നമ്മൾ വണ്ടി നിർത്തി കൊടുത്തപ്പോഴത്തേക്കും ഓരോന്ന് വണ്ടിക്ക് കുറുകെ ക്രോസ് ചെയ്ത് പോവുക. സൺസെറ്റ് ആയപ്പോഴത്തേക്കും ഇവിടുത്തെ കാഴ്ചകൾ കണ്ടോ? ഒരു രക്ഷയില്ലാത്ത സൺസെറ്റാണ് കേട്ടോ നമുക്കിവിടെ കിട്ടുന്നത്. മഴക്കാറൊന്നും ഇല്ലെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളൊന്നും പറയാനില്ല. സൺസെറ്റൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വഴി സൈഡിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച കേട്ടോ, ഒരു ഒറ്റപ്പെട്ട മരവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു കിടുക്കൻ സൺസെറ്റും. എനിക്ക് തോന്നുന്നു ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സൺസെറ്റായിരുന്നേ. മേഘങ്ങൾക്കിടയിലൂടെ ചെറിയൊരു ഗ്യാപ്പിലൂടെ സൂര്യപ്രകാശം അതും ഫുൾ കളറ് വാരി വിതറിക്കൊണ്ട് വീഴുന്നുണ്ടോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു മരവും ഒരു വണ്ടിയും കുറച്ച് ആൾക്കാരും. ഹംബോ, ഒരു കിടിലൻ കാഴ്ച. അങ്ങനെ മറക്കാനാവാത്ത ഒരുപാട് കാഴ്ചകളുമായിട്ട് മാസായിമാരുടെ 4ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇനിയും എപ്പിസോഡ്സൊക്കെ വരാനുണ്ട് കേട്ടോ. അതുപോലെ ഒത്തിരി ഫോറസ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട്. ഒരുപാട് ഫോറസ്റ്റ് ട്രെക്കിംഗ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേ, സഫാരി വീഡിയോസൊക്കെ ചാനലിലുണ്ട്. അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നേക്കുക. അതുപോലെ തന്നെ മാസായിമാരിലൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എൻ്റെയോ പിക്കോളിൻസ് വൈബിലെ കോളിൻ്റെയൊക്കെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഈ ജനുവരിയിൽ കോളിൻ പോകുന്നുണ്ട്, അതുപോലെ മാർച്ചിൽ ഞാനും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മാസായിമാരുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.